ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറയാനാണ്. നിങ്ങളത് തമ്പനയിൽ കണ്ടത് എൻ്റെ +1 ആ ഫോട്ടോ, പിന്നെ ഡിഗ്രിയുള്ള ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലമായി. 2017 തൊട്ട് 2019 വരെയുള്ള ഫോട്ടോ ആണത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2025 എനിക്ക് 25 വയസ്സായി. അപ്പം 5 കൊല്ലത്തെ ഡിഫറൻസിൽ എനിക്കുണ്ടായ മാറ്റങ്ങളാണ്. അപ്പം എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു. സത്യം എന്നോട് കാണുമ്പോൾ ചോദിക്കും, ഭയങ്കര മാറി, അന്നേരമുള്ള സമയത്തുള്ള പോലെയല്ല, ഭയങ്കര മാറ്റം. അത് ഞാൻ ഒരുപാട് മാറി. അത് എന്നെ അറിയുന്നവർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് ആ ഒരു +1 ഡിഗ്രി കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, ഞാൻ ആ സമയത്ത് ഭയങ്കര സ്കിന്നൊന്നും നമുക്ക് നോക്കത്തു പോലും ഇല്ല, കാരണം നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ +1 +2 സമയത്തൊന്നും +2 ഒക്കെ ആകുമ്പോൾ ഫോൺ കിട്ടും, സ്വന്തമായിട്ട് ഫോൺ കിട്ടിയാണ്. ആ സമയത്താണ് ഒന്നും ഇങ്ങനെ ഓരോന്ന് കാണുന്നതും എല്ലാം നമ്മൾ കണ്ടറിയുന്നത്. പക്ഷെ എന്തായാലും ഒന്നും വാങ്ങാനോ ഒന്നും ചെയ്യാനൊന്നും പോലും, കാരണം സ്കിന്നൊന്നും ചെയ്യില്ല. വെറുതെ പൗഡർ ഇടും, സ്കൂളൊക്കെ പോകുമ്പോൾ വെറുതെ പൗഡർ ഇടും, ചൊട്ട വെക്കും, ചന്ദനം വെക്കും, കൺമഷി ഇടും, അങ്ങ് പോകും. കൺമഷി എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഐക്കോണിക്കിൻ്റെ ആ ഒരു കൺമഷി പണ്ടേ യൂസ് ചെയ്ത്, കാരണം പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടേ യൂസ് ചെയ്യും, അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് +2 പകുതിയൊക്കെ ആകുമ്പോൾ ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരുന്നത്. കാരണം ഫോണുള്ള സമയത്ത് ഫോൺ അധികം കണ്ടിട്ട് വർക്കൗട്ട് തുടങ്ങണം, കാരണം അതുവരെ നമുക്ക് തോന്നിയിട്ട് പോലില്ല ഒന്ന് വർക്കൗട്ട് ചെയ്യണമെന്നോ. പക്ഷെ +2 പകുതിയൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ ഞാൻ യോഗക്ക് പോയി. +2 പകുതി അപ്പോൾ യോഗക്ക് പോയി. നിങ്ങൾ ആ ഒരു തമ്പനയിൽ കണ്ട് ഇപ്പുറത്ത് ആദ്യത്തെ ഫോട്ടോ +1 ഉള്ള ഫോട്ടോ. അപ്പോൾ ഞാൻ +2 പകുതിയൊക്കെ ആകുമ്പോൾ യോഗക്ക് പോകാൻ തുടങ്ങി. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് പോയി. ആ ഒരു 6 മാസം എനിക്കുണ്ടായ ചേഞ്ച്, തടി കുറഞ്ഞത് മാത്രം. ഞാനിവിടെ തടിയുടെ കാര്യമല്ല പറയുക, കാരണം എൻ്റെ തടി ഭയങ്കരമായിട്ട് മാറും, കുറയും, കൂടും. ആ സമയത്ത് തടി ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് പഠിക്കുമ്പോൾ മെല്ലിനും, പിന്നെ നല്ലോണം മെല്ലിനും, പിന്നെ വീണ്ടും കൂടും. മെയിൻറ്റെയിൻ ഞാൻ ചെയ്യത്തില്ല. പിന്നെ കല്യാണ സമയത്ത് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു. പിന്നെ കല്യാണ ശേഷം 10-15 കിലോ ഒറ്റയടിക്ക് കൂടി. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഇരിക്കുവാണ്, കാരണം ഒരുപാട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. കാരണം ഞാൻ വെയിറ്റിൻ്റെ അല്ല ഇവിടെ പറയുന്നത്, എൻ്റെ മുഖത്തും എൻ്റെ മൊത്തത്തിലുള്ള ഒരു വന്ന ചേഞ്ച്. അതിപ്പോൾ എന്നെ എവിടെ പോയാലും എല്ലാവരും ചോദിക്കും, നീ ഭയങ്കര മാറി, എന്താ ചെയ്തതൊക്കെ ചോദിക്കും. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറേ ഇല്ല, കാരണം എൻ്റെ മുഖത്ത് പണ്ടേ കുരുവൊന്നും വരാറില്ല. എൻ്റെ ഫാമിലിയിൽ അധികവും എല്ലാവർക്കും കുരു വരാറുണ്ട് മുഖത്ത്. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് എപ്പോഴും ക്ലിയർ സ്കിന്ന്. പക്ഷെ സ്കിന്ന് നോക്കത്തില്ല, കുരു വരാത്ത സ്കിന്ന്, പക്ഷെ ഡാർക്കറാണ് സ്കിന്ന്. പക്ഷെ കുരുവൊന്നും വരാറില്ല. പക്ഷെ ആ സമയത്ത് യോഗക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. സത്യം ആ +1 ആ ഫോട്ടോ നിങ്ങൾ കണ്ട, +2 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റായി സ്കിന്ന്. ബോഡിക്ക് തന്നെ ഭയങ്കര മാറ്റം വന്നു. മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, മെലിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് പോയപ്പം യോഗയൊക്കെ നിന്നു, കാരണം കോളേജൊക്കെ ദൂരമായിരുന്നു. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, കോളേജിൽ പോയി, അങ്ങനെ. പിന്നെ രണ്ടാമത് ഞാൻ സൈഡിൽ കൊടുത്ത ഫോട്ടോ കോളേജിലത്തെ ഫോട്ടോ, സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നത്. പിന്നെ സ്കിന്ന് നോക്കാറ് പോലുമില്ല. കോളേജിൽ പോകും, രാവിലെ പോകും, ഒന്നും മുഖത്ത് ഒരു സാരി യൂസ് ചെയ്യും, പൗഡർ ഇട്ടാലിട്ട്, വേറെ ഒരു ക്രീമോ ആ ഒരു സമയത്ത് ഒരു ക്രീം പോലും ഇല്ല. പിന്നെ മേക്കപ്പിന് എന്തൊക്കെ ഫൗണ്ടേഷൻ, അങ്ങനെ കുറേ സാധനം ഇങ്ങനെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് പറ്റിയതൊന്നും ഉപയോഗിക്കാറ് പോലില്ല. ആ സമയം എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും പറ്റില്ല. മുഖത്ത് എന്ത് യൂസ് ചെയ്താലും വേർക്കും, പിന്നെ ഒരു പുട്ടി അടിച്ച ഫീലാണ്. എൻ്റെ സ്കിന്നിന് ഒന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ കോളേജൊക്കെ പഠിച്ച് 3 കൊല്ലം സ്കിന്നിന് ഒന്നും ചെയ്യില്ല. 3rd ഇയർ ആയ സമയത്ത് പകുതിയാകുമ്പോൾ ജിമ്മിന് പോകാൻ തുടങ്ങി. ആ ജിമ്മിന് ഞാൻ പോകാൻ തുടങ്ങി ആ ഒരു ലാസ്റ്റ് ഇയർ ആ സമയത്താണ് ഫിനിഷ് ചെയ്യുമ്പോൾ. ആ ജിമ്മ് എനിക്ക് തടിയും കുറഞ്ഞു, എൻ്റെ മുഖവും മാറി. ഡയറ്റ് ഞാൻ ചെയ്യാറില്ല, എന്നാലും ജിമ്മിന് മാത്രം പോകും. പക്ഷെ ഡയറ്റിന് ഫുഡ് വളരെ കുറച്ച് കഴിക്കുള്ളൂ, കാരണം കോളേജിൽ പോകുന്ന സമയത്ത്. പക്ഷെ പ്രോപ്പർ ഡയറ്റ് അല്ല. പക്ഷെ ജിമ്മിന് പോയിട്ട് എനിക്ക് നല്ല മെലിഞ്ഞ്, അപ്പോൾ എല്ലാവരും മെലിഞ്ഞ് ഒട്ടിപ്പോയി, ഒരു രസവും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി, മെലിഞ്ഞു. പക്ഷെ മുഖം എന്ന് വെച്ചാൽ ഡയറ്റ് പ്രോപ്പറായി ചെയ്തിട്ടില്ല. ചുമ്മാ ഇങ്ങനെ വെറുതെ പ്രോട്ടീൻ കഴിക്കലൊന്നും നമുക്ക് അന്നേരം അതിനൊക്കെ ചോദിച്ചിട്ട് അറിയുമില്ല. അപ്പം അങ്ങനെ പിന്നെ ഞാൻ PG പഠിക്കാൻ എറണാകുളത്ത് പോയി. ആ സമയത്ത് വീണ്ടും കുറച്ച് ജിമ്മിന് ചേർന്നിട്ടില്ല, പിന്നെ ജിമ്മിന് വീണ്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിന് ചേർന്ന് അവിടെ നിന്ന് ഞാൻ നല്ലതായിട്ട് പ്രോപ്പറായിട്ട് ഫുഡും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നല്ല മാറി. എൻ്റെ സ്കിന്ന് ബ്രൈറ്റായി, എല്ലാം ഒരു ചേഞ്ച്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ +1 +2 10 +1 +2 സമയത്തൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ വേറെ തന്നെ ഡിഫറൻസ് ആയിരിക്കും. നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു കോളേജ് കാലഘട്ടം, കോളേജ് കഴിയണം. പിന്നെ ഹെയർ സ്റ്റൈല്
ഒരൊട്ടുമിക്ക ഗേൾസും ഹെയർ സ്റ്റൈൽ കെട്ടുന്നത് ഒരേ തരത്തിലായിരിക്കും. ഒന്നെങ്കിൽ പഫായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആരും, എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരെന്നോട് പറയും അത് രസമില്ല, അങ്ങനെ ചെയ്യല്ല. അവർക്ക് ചേച്ചിമാരല്ലേ. പക്ഷെ ആര് പറഞ്ഞ് ഞാൻ കേൾക്കത്തില്ല, എനിക്ക് അത് തന്നെ കെട്ടണം. പിന്നെ ഒരുപാട് കുറിയൊക്കെ വെച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അതൊക്കെ വൃത്തികേടാണ് ശരിക്കും. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം അന്നേരം യൂണിഫോമിൻ്റെ കൂടെ ഇങ്ങനെ പഫൊക്കെ ഒരുപാട് കുറിയും പഫൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ശരിക്കും നമുക്ക് ഡ്രസ്സിങ് സെൻസോ വേറെ ഒരു ഫാഷനായിട്ട് ഒരു സെൻസും ഇല്ല. അപ്പം എല്ലാവരും പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഞാൻ കേൾക്കാറില്ല. അവർ എൻ്റെ ഇഷ്ടം, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം പിന്നത്തെ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ഞാൻ എന്ത് ഹെയർ സ്റ്റൈലാണ് കെട്ടിയത്, ഞാൻ എങ്ങനെ നടന്നത്, ഡ്രസ്സിങ് സെൻസ് പോലും അന്നില്ല. എന്തൊക്കെയോ ഡ്രസ്സ്, ലെഗിൻസ്, ടോപ്പ്, ഏതോ ഷാള്, ഒരു മാച്ചില്ലാത്ത ഡ്രസ്സിങ് സെൻസോ ഒന്നുമില്ല. മുടിയിലൊക്കെ എങ്ങനെ കിട്ടിയ അതിശയം, ഞാൻ എങ്ങനെ നടന്നു എന്ന് തോന്നും. പിന്നെ എറണാകുളത്ത് പോയി ആ ജിമ്മിനും പോയി, പിന്നെ ബോഡി മാറി, സ്കിന്ന് മാറി, പിന്നെ ഡ്രസ്സിങ് സെൻസ് മാറി, പിന്നെ അങ്ങനെ മാറ്റം ഒരുപാടുണ്ട്. ജിമ്മിന് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, ലിപ് ബാം, അല്ലാതെ മുഖത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു മരുന്ന് യൂസ് ചെയ്താൽ ഭയങ്കര സ്കിന്നൊക്കെ മാറി. പിന്നെ ജോലിക്ക് കയറുമ്പോൾ സ്കിന്ന് ഫുള്ള് മാറി, കാരണം ജിമ്മിൽ നിന്ന് നിർത്തി, ഫുഡ് കറക്റ്റ് അല്ല, പിന്നെ സ്കിന്ന് ഫുള്ള് മാറി, ഡള്ളായി. പിന്നെ വീണ്ടും വേറെ ജോലിക്ക് കയറി. കല്യാണ സമയത്തായിരുന്നു, ആ ഒരു കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിൽ. അപ്പോൾ ആ ജോലിക്ക് കയറിയ സമയത്ത് ജിമ്മിന് ചേർന്നു, നല്ല പ്രോപ്പർ ഡയറ്റ് കൊണ്ടുവന്നു. ആ സമയത്തും ഒരുപാട് മാറ്റമുണ്ടായി സ്കിന്നിനും ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഡിഗ്രി തൊട്ട് ഈ കല്യാണം വരെ, അത് 2020 തൊട്ട് 2024 വരെ എൻ്റെ ബോഡിയിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഒന്നും തേച്ചിട്ടോ ഒന്നുമല്ല, ജിമ്മ്, ഫുഡ്, ഞാൻ ഇത് എപ്പോൾ നല്ല വൃത്തി ചെയ്യുന്നു ആ സമയത്ത് എൻ്റെ സ്കിന്നും ബോഡിയും നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ വെളുക്കാനോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ് ആവാനോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജിമ്മിന് പോയാൽ ഞാൻ സ്കിന്ന് വെളുക്കും, സ്കിന്ന് ബ്രൈറ്റ് ആവും, മെലിയും. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചാലും സ്കിന്നിന് ഇതാവും. അതെന്നാൽ നേരെ മറിച്ചിട്ട് ഞാൻ വർക്കൗട്ടും ഫുഡൊക്കെ നിർത്തിയാൽ എൻ്റെ സ്കിന്നൊക്കെ ഡള്ളാവും, മോശമാവും. സത്യം എനിക്ക് എൻ്റെ ഒരു അനുഭവം, ഒരു 100-ൽ 80% പെൺപിള്ളേരും, എനിക്ക് തോന്നുന്നു, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, 80% പെൺപിള്ളേരും ഒരു +2 ഡിഗ്രി ഒരു ഡിഗ്രി പകുതി അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പം എല്ലാവരും ചേഞ്ച് ആവും. സത്യം എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ഞാൻ കണ്ടവരെയും എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ചിലവർ +2 കഴിഞ്ഞാണ്, ചിലവർ ഡിഗ്രി കഴിയുമ്പോൾ എന്തായാലും ചേഞ്ച് ആവും. അതിനൊന്നും ചെയ്യണ്ട, അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. അത് ചേഞ്ച് ആവുന്ന നമ്മുടെ ഡ്രസ്സിങ് സെൻസ് മാറും, നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറും. അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് ചേഞ്ച് വരും. നമ്മൾ ആ +2 ഫോട്ടോ, ഡിഗ്രി ആ സമയത്ത് ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ച് തോന്നും. അത് നമ്മൾ ഈ ഡ്രസ്സിങ് സെൻസ്, നമ്മുടെ ഹെയർ സ്റ്റൈലും ഒക്കെ മാറുന്നതുകൊണ്ടാണ്. ഒരു 80% അങ്ങനെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം ഒന്നും ചെയ്യാണ്ട് തന്നെ +2 ഡിഗ്രി കഴിയുമ്പോൾ ഒരു മാറ്റം വന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് മാറുമായിരുന്നില്ല. ഇപ്പം ഞാൻ +2-ലുള്ള പോലെ ഒന്നും ചെയ്തില്ല, ഡിഗ്രിക്ക് അതുപോലെ, ഇപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നേനെ. പക്ഷെ ഞാൻ ജിമ്മും കറക്റ്റ് പ്രോപ്പറായിട്ട് ഫുഡും എന്ന് ചെയ്തോ അന്ന് മുതൽ ഞാൻ മാറാൻ തുടങ്ങി. സത്യം വേറെ ഒന്നും ഞാൻ എൻ്റെ സ്കിന്നിന് ഇപ്പോഴും ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ്സ്റ്റിക്കും മാത്രമാണ്. വേറെ ഒരു സാധനം സ്കിന്നിന് ഉപയോഗിക്കുക. ഓരോരോ സാധനം കണ്ടിട്ട് വാങ്ങി നോക്കാറുണ്ട്, മുഖത്തിലെ സെറം, നൈറ്റ് ക്രീം. പക്ഷെ അതെല്ലാം ഒരു മാസം യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നൊന്നും പറ്റൂല. സ്കിന്നും തടിയ അപ്പം കുരു വരും. അപ്പം 1 മാസം 2 മാസമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. പക്ഷെ അത് വെറുതെ ടെമ്പററായിട്ട് വാങ്ങിച്ചിട്ട് അത് കളയും, പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറും ഒരു കൺമഷി, പിന്നെന്താ ലിപ്സ്റ്റിക്ക് മാത്രം എൻ്റെ ഉള്ളൂ. വേറെ ഒരു സ്കിൻ കെയറോ ജോലിയൊക്കെ പോയി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട്. കാരണം അത് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അത് നമ്മൾ ഡാമേജ് ഒന്നും ആക്കരുത്, സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ എവിടെ പോകാത്തതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, ഇപ്പം അത് ഉപയോഗിക്കാറേ ഇല്ല. ആ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നൈറ്റ് ക്രീം, പിന്നെ നൈറ്റ് ലിപ് ബാം അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സെറം അങ്ങനത്തെ ഒക്കെ. പക്ഷെ അത് ആ സമയത്ത് യൂസ് ചെയ്തു. പിന്നെ അതിനെക്കൂടെ എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, കാരണം എൻ്റെ സ്കിന്ന് പറ്റൂല. പിന്നെ ഉപയോഗിക്കില്ല, പിന്നെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഒരു മാറ്റത്തിന് കാരണം ജിമ്മും വർക്കൗട്ടും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ ഇപ്പോഴും ഡെയിലി ഞാൻ 3 to 4 ലിറ്റർ വെള്ളം കുടിക്കും. അത് ഞാൻ എപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയതാണ്.
ഇപ്പം വരെ ഞാൻ 3 ലിറ്റർ ടു 4 ലിറ്റർ വെള്ളം കുടിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അങ്ങനെ കുടിക്കാൻ പറ്റാറില്ല. പക്ഷെ ഞാനത് പ്രോപ്പറായിട്ട് ഞാൻ കൊണ്ടുപോകാറുണ്ട് വെള്ളം കുടിക്കുന്നത്. പിന്നെ ജിമ്മും അതുപോലെ തന്നെയാണ്. ഇടയ്ക്ക് ഒരു 6 മാസം ചെയ്യും, പിന്നെ ഗ്യാപ്പ് വരും, 1 കൊല്ലം ചെയ്യും, ഗ്യാപ്പ് വരും. പക്ഷെ ആ ജിമ്മ് ചെയ്ത് തുടങ്ങിയ തൊട്ടാണ് എൻ്റെ ഫേസിനും ബോഡിക്കൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടായാൽ തുടങ്ങിയത്. പിന്നെ പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും കറക്റ്റായിട്ട്. ഡയറ്റ് പറയുമ്പോൾ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതല്ല ഡയറ്റ്. നന്നായിട്ട് കഴിച്ചിട്ട് തന്നെ രാവിലെയും ഉച്ചക്കും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും വൈകുന്നേരം രാത്രി അങ്ങനെ എല്ലാ മീൽസും കഴിച്ചിട്ടുള്ള ഡയറ്റ്. ഒന്നും കഴിക്കാത്ത ഡയറ്റ് അല്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വൃത്തികേടാവുക ചെയ്യുക. കറക്റ്റ് ഡയറ്റും കറക്റ്റ് വർക്കൗട്ടും ഞാൻ എന്ന് ചെയ്തു അന്ന് എൻ്റെ ശരീരം മാറാൻ തുടങ്ങി. അങ്ങനെയാണ് മാറിയത്. അപ്പം ഇപ്പം ഞാൻ കല്യാണത്തിന് ശേഷം കുറേ തടി വെച്ചു. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതാണ് ആ കല്യാണം കഴിഞ്ഞ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ 4-5 കിലോ കുറച്ചു 1 മാസം കൊണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും വണ്ണം കുറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാം. വണ്ണം കുറഞ്ഞതും അതിനൊക്കെ പറ്റിയിട്ട് ഡയറ്റും എൻ്റെ വർക്കൗട്ടൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ആ ഒരു എൻ്റെ ഒരു മാറ്റത്തിന് കാരണം വർക്കൗട്ട് ഉണ്ടായപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ +2 പഠിക്കുന്നത് ആ സമയത്ത് നമുക്ക് അറിയില്ല, പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു, പക്ഷെ അറിയില്ല, നമുക്ക് ഫോളോ ഒന്നും ഇല്ലാതെ നമുക്ക് അറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ള +2 ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ വെറുതെ വർക്കൗട്ടും ഡയറ്റൊക്കെ അന്നേരേ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം പിന്നെ നമുക്ക് എന്തായാലും കലോറി അനുസരിച്ച് ഫുഡ് പിന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവും അങ്ങനെ ഫുഡ് കഴിക്കണം, അങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴേ ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്താൽ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പം അതാണ് എനിക്കുണ്ടായ മാറ്റം. അപ്പം നിങ്ങൾ എൻ്റെ കമ്പനിയിൽ ഫോട്ടോ ഇപ്പോഴും എന്നെ ഈ രൂപത്തിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ എത്രത്തോളം മാറിയെന്ന്. അത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്ക് അറിയാൻ അന്നുള്ള ഞാനും ഇന്നുള്ള ഞാൻ നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കമ്പനിയിലത്തെ ഫോട്ടോ കാണുമ്പോൾ പക്ഷെ അത് ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങൾ ആ ഫോട്ടോ ഇപ്പോഴും എന്നെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ചേഞ്ച്. ഇത് ഞാൻ വർക്കൗട്ടും ഡയറ്റും ഞാൻ ഇപ്പോഴും പറയുന്നു. അതെൻ്റെ ആ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് വർക്കൗട്ടും ഡയറ്റ് പ്ലസ് വെള്ളം. വേറെ ഒരു മുഖത്ത് ഒരു പ്രൊഡക്ട്സോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മളെ ബോഡി മാറണമെന്നോ സ്കിന്ന് ചേഞ്ച് ചെയ്യണമെന്നോ അത് വെളുക്കുക അങ്ങനെയല്ല കേട്ടോ, വെളുത്ത് പാറോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സ്കിന്ന് ശരിയില്ല, ഭയങ്കര ഡള്ള് അങ്ങനെയൊക്കെ ഉള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജിമ്മിന് പോയി തുടങ്ങിക്കോ. ജിമ്മെന്ന് ഉദ്ദേശിച്ചത് വർക്കൗട്ട്. നിങ്ങൾക്ക് ജിമ്മിന് പോകാൻ പറ്റിയ ഹോം വർക്കൗട്ട് പ്ലസ് ഹെൽത്തി ഡയറ്റ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിനും ബോഡിക്കും നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ട്രാൻസ്ഫോം ആകും, അത് ഉറപ്പാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ഉണ്ടാവും. ഞാനത് ഉറപ്പ് തരുന്നു. കാരണം എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ്, അതിന് നിങ്ങൾ സ്കിന്നിന് അതോ ഇതോ ഒരു പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം കറക്റ്റായി ചെയ്താൽ നിങ്ങളും ട്രാൻസ്ഫോം ആവും. ഞാനിപ്പോൾ ട്രാൻസ്ഫോം ആയത് 5 കൊല്ലത്തൊരു ഇതാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് മെല്ലിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തടി വെച്ചത് കല്യാണത്തിന് ശേഷം. പിന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ കുറച്ചെടുക്കും. കാരണം ഹോം വർക്കൗട്ടും ഡയറ്റും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് ചെയ്തിട്ടാണ് ഞാൻ 5-6 കിലോ എപ്പോഴും എല്ലാ മാസവും കുറക്കാറ്. അത് തന്നെ ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം എനിക്ക് വിശ്വാസമുണ്ട് എനിക്കത് കുറക്കാൻ പറ്റും. കുറച്ച് സമയം എടുക്കും, പെട്ടെന്നാവില്ല. ഒരു 3-4 മാസം 5-6 മാസമൊക്കെ എടുത്തിട്ട് കുറക്കും. ഇപ്പം ഞാൻ 4-5 കിലോ കുറച്ചിട്ട് വന്നു. അപ്പം ബാക്കി ഞാൻ ചെയ്യും. അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്നത്. ജിമ്മും വർക്കൗട്ടും നമ്മളെ വെള്ളം കുടിയുടെ ഒരു ഗുണം. അല്ലാണ്ട് മുഖത്ത് നമ്മൾ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത്. ഈ വീഡിയോ കാണുന്നവർക്കും ചിലപ്പം എന്നെപ്പോലുള്ളവരുണ്ടാവാം. അതായത് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ട്രാൻസ്ഫോം സംഭവിച്ചവരുണ്ടാവും. ചിലവർ ഒന്നും ചെയ്യാണ്ട് ട്രാൻസ്ഫോം ആകും. ജിമ്മോ വർക്കൗട്ടോ ഒന്നും ചെയ്യാണ്ട് തന്നെ ചിലവർ ആ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ട്രാൻസ്ഫോം ആകും. അത് ഞാൻ പറഞ്ഞത് ഹെയർ സ്റ്റൈലും നമ്മളെ ഡ്രസ്സിങ് സെൻസും എല്ലാ സെൻസും മാറുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ആകും. അതൊന്ന്. പിന്നെ ഇതുപോലെ ജിമ്മും ഡയറ്റ് അങ്ങനെ. പിന്നെ ആ ഒരു കാറ്റഗറി, പിന്നെ ഈ ഒരു കാറ്റഗറി. അപ്പം നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടോ നോക്കാറില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ട ഒരു പരിചയത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.